എനക്ക് അന്തിയോളം വരാൻ കഴിയ. ഹായ്. രാവിലെ തന്നെയാണ് കേട്ടാ എണിച്ചോടാന്ന് ഇതൊന്നും തലയിലിട്ടിന്. അത് ശ്രീമാന്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ടെന്ന് ഇട്ടിയത് കേട്ടാ. നല്ല രസമുണ്ട്. വെറുതെ പറഞ്ഞ വളരെ. അപ്പൊ നമ്മള് ഉള്ളത് വെച്ചാല് കേരളത്തല്ല, കർണാടകത്താന്ന്. കർണാടകത്ത് സോമർപേട്ട നമ്മളെ ഗോണിക്കുപ്പ സൈഡില് പേട്ടക്കുന്ന് കയറി വന്നപാടില് ഒരു കാട്ടില് നെറ്റ്വർക്കൊന്നും ഇല്ലാത്തൊരു കാട്ടിലാണുള്ളത്. അതൊരു റിട്രീറ്റ്, മറ്റേ എന്താന്ന് പറയാ, എവർഗ്രീൻ കൗണ്ടി റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. പക്ഷെ പ്രകൃതിയായിട്ടുള്ള ഇണങ്ങിയിട്ടുള്ളൊരു, അതെ അവിടെ ഉള്ളത്. അതെ അവിടെ ഇതേണ്ട ഇല്ല ഇങ്ങനെ റൂംസ്, ഒരുപാട് റൂംസും കാര്യങ്ങളിലും ഉണ്ട് ഇടാ. നമ്മൾ ഇന്നലെ ഏടിയാ നിന്നേട്ടാ. നല്ല ഭംഗിയാണ് കാണേ. അതുപോലെ മുന്നിൽ കണ്ട സ്വിമ്മിംഗ് പൂള്, അവിടെ കുറേ കാണാനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഹട്ടില്ലേ, നല്ല ഈ പുല്ലിനെ കൊണ്ടാക്കിയിട്ടില്ലേ ഹട്ടുകളുണ്ട്. അവിടെ നിൽക്കുന്നതാണ് ഭജൻ ബൊപ്പണ്ണ. ഹായ്. എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ, സിനിമ സ്റ്റൈലാകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ബൊപ്പണ്ണേനെല്ലാവർക്കും ചിലപ്പോൾ പണ്ട് വീഡിയോ എനിക്ക് അറിയിക്കും. നമ്മളെ കൂടെ പണ്ട് വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടുണ്ടായി, നമ്മൾ ഫാമിലിയായിട്ട് മുഴുവൻ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവർക്ക് റിസോർട്ടിൽ നിന്നുള്ള വീഡിയോയിൽ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ബൊപ്പണ്ണ ഇതിൻ്റെ ഒളിനോളാണ്. അതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. ഞാൻ ഓരോ വീഡിയോകളിലായിട്ട് ഇന്നലെ രാത്രിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോയിൽ കാണിക്കാം. ബ്രോ പറയൂ, എന്താണ് വിശേഷം? അതെ, സൂപ്പർ എക്സൈറ്റ്മെന്റ്. നമ്മളിപ്പോൾ എന്താ കാര്യം സൗണ്ട് ഇല്ലെങ്കിൽ എല്ലാം ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു റിസോർട്ടിക്ക് വന്നിട്ട് ഒരു വേറെ എക്സ്പീരിയൻസ്, ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റിട്രീറ്റിൻ്റെ എക്സ്പീരിയൻസ്. സൂപ്പർ എക്സൈറ്റഡ്. ഇവിടെ ഒരുപാട് ഗെയിം ഉണ്ട് സിപ്ലൈൻ, അതിന് ഒരുപാട് ഗെയിംസ് പരിപാടികൾ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ എല്ലാവരും ഉണ്ട് ഇടാ. നമുക്ക് എല്ലാവരും കൂടി ഇന്നൊന്ന് ഇടുന്ന് റിട്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. റിട്രീറ്റ് എന്നല്ല പറയാ, ട്രാൻസ്ഫോർമേഷൻ റിട്രീറ്റ് അങ്ങനെയാ പറയാ. അപ്പോൾ നമുക്കൊന്ന് ഇതിനകത്ത് മൊത്തമായിട്ടൊന്ന് കറങ്ങാം. ചേച്ചിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചേച്ചി ഇതിങ്ങനെ ഇട്ടിട്ട് തന്നെ വന്നിട്ട് സ്വിമ്മിംഗ് പൂളാണ് മനോഹരമായിരിക്കും. എന്ന് പറയണ്ടെന്ന് വെച്ചാല് ഇന്നലെ കുറെ ഗെയിമെല്ലാം കണ്ട്. രാത്രി ഇപ്പൊ പകലാന്ന് ശരിക്കുള്ള ഗെയിം. ഇതുവരെ എവിടെയും പോയിട്ട് ഇതുപോലെ ഗെയിമൊന്നും കണ്ടിട്ടില്ല. നല്ലൊരു ഇത് തന്നെ. പല്ലെല്ലാം തേക്കുന്നത് ഇന്ന പുതിയൊരു അതിശയം. പല്ലെല്ലാം തേക്കുന്നത് എത്തിക്കേ അല്ല, അതാണ് പരിപാടി. അവിടെ കുറെ ബെഡ് കണ്ടാ. ഇനി അടുത്ത ആദ്യത്തെ പരിപാടി അതാണ് കേട്ടാ. ഇവിടെ എണീച്ചപാട് ഇതിൻ്റെ ഉള്ളിൽ ബെഡെല്ലാം ഇട്ട് കിടന്നിട്ട് ഒരു സൗണ്ടിൻ്റെ ഒരു പരിപാടിയുണ്ട്, സൗണ്ട് ഹീലിങ്. അതിനെപ്പറ്റി ശരിക്കും എനിക്ക് അറിഞ്ഞില്ല. ഞാനൊന്ന് അവിടെ പോയിട്ടാകുമ്പോൾ നമുക്കിത് കാണാതെ കണ്ടാ. മഞ്ഞ് നല്ല മഞ്ഞാണ് കേട്ടോ. കോടി ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. അത് ഇതണ്ട ആടെ കണ്ട കുറേ പഴയ ഒരു പുല്ലിട്ട വീട്. നമ്മളെ വീട് ഇതുപോലെ പുല്ലിട്ട വീട് ഞാൻ പണ്ട്. അതുകൊണ്ട് ഈ പുല്ലിട്ട ഇത് കാണുമ്പോൾ നമുക്ക് പഴയ ആ ഒരു നമ്മളെ വീടിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. വീട് ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത്. നമുക്ക് ആടെ നിന്ന് പോലെ ചേച്ചി ഈ തലയിലേക്ക് വരാം. ഈ കഴിഞ്ഞ വർഷം നമ്മൾ വന്നേരം കവി അന്നേരം എത്ര മാസേനും കവി? 5 മാസമുള്ള സമയം. അപ്പോൾ സിപ്പിള നമ്മളെല്ലാം സിപ്പിള ഇനവേലോട്ടില്ല ഇങ്ങനെ ഞാൻ കയറിയിട്ടില്ല. വെത്തിക്കലയിലോട്ട് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് കവി താലിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വാവയാട് ഉറങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും കവി കയറും. അപ്പോൾ കയറും. എത്തിന കാടി രാവിലെ ഇപ്പോൾ പണ്ടത്തെ സിനിമയിലെല്ലാം കാണാ ഇത് ഇങ്ങനെ പിന്നെ പ്രസവിക്കാൻ പോകുമ്പോ വണ്ടിയിലായിട്ട് ഇതില്ലാത്ത കൂട്ടിപ്പോന്ന എത്തിന കാടി. നമ്മളിന് ഉന്തുവണ്ടി, കാളവണ്ടി. കാളവണ്ടി അല്ല ഇത്, ഇതിന് കാളയില്ലല്ലോ. ആ വാ 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 നമുക്ക് ഇങ്ങോട്ടേക്ക് പോല. ഇതണ്ടേ ഇങ്ങോട്ടേക്ക് പോകുന്ന രാവിലെ തന്നെ ഇപ്പോൾ 7 മണി എത്ര കേട്ടാ. നമ്മൾ ഇന്നലെ രാത്രി ഇതിൻ്റെ ഈ കാട്ടിൻ്റെ നടുവിലൂടെ ആരും കേൾക്കുന്നില്ല കേട്ടോ, ഞാൻ മാത്രമേ പറയുന്നത്. നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും അവർക്ക് നമ്മൾ ഇന്നലെ ഇവിടെ വന്നതിൻ്റെ അറിവിലേക്കായിട്ട് ഞാൻ പറയുന്നതാണ്. എന്ന് വെച്ചാൽ രാത്രി ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ നടന്നു. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ വിളക്ക് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഞാനത് കാണിക്കാം. ഇവിടെ വൈഫൈ ഉണ്ട്. വൈഫൈൻ്റെ പാസ്വേഡ് തന്നെ നിങ്ങൾ വെറുതെ ഫോണിൽ നോക്കി കളിച്ച് പാടില്ല എന്നാണ് ഇവരെ വൈഫൈൻ്റെ പാസ്വേഡ് വരെ. ഇവിടെ അങ്ങനെ തന്നെ ഡുനോട്ട് ഞാവൽപ്പഴത്തിൻ്റെ ഞാവൽപ്പഴം ഉണ്ട് കേട്ടോ. പുറത്ത് തന്നല്ല അവർ ചോദിച്ചിട്ട് തന്ന്. സോറി അറിയാനങ്ങനെ ഇതണ്ടാ. ഇതിനുള്ളിലൂടെ പോകുമ്പോൾ തന്നെയില്ലേ ഒന്നോ പറയണ്ടേ അറിയില്ല, ഒരു ഫീലാട്ടാ. നമ്മളെ വീട് പുല്ലിട്ട വീടേനു ബൊപ്പണ്ണ. അതെ അത്
നമ്മളാടെ ജനിച്ചു വളർന്നേ. ഇത് ഫുൾ മരത്തിലാട്ടെ ഇവരെ പരിപാടികളെല്ലാം. നല്ല അടിപൊളി. അട്ടുണ്ട് മുകളില്. അട്ടിയാ? അട്ടിയാണോ പോണ്ട? ഓ അട്ടം അട്ടം. ഞാൻ വിചാരിച്ച അട്ടിയിട്ട് മുകളിൽ വന്നു. ഇതാ കവിയേ, ഞാൻ മാത്രം ഒറ്റക്കായി പോയല്ലേ. ഞാനും ബൊപ്പണ്ണയുണ്ട്. എന്നാലും ഇവരുടെ പേര് ഭജൻ ബൊപ്പണ്ണ എന്നാണ് കേട്ടാ. കർണാടക സ്റ്റൈലുള്ള പേരാണ്. കണ്ടാ അടിപൊളിയല്ലേ? അതിന്റെ മേലത്തെ മേൽക്കൂരെല്ലാം കണ്ട. നമ്മളെ വയേ വീടിന്റെ മേൽക്കൂര് ഏതാ വന്നിട്ടാ അതിന്റെ ലേഖിച്ച് അപ്പുറമായി പോയി. ഇല്ലേ ഞാൻ ഓള് പറയേ. നമ്മൾ ഇന്നലെ പറയുമ്പോ മുപ്പണ്ണ പറയുമ്പോ വിചാരിച്ച് പ്രായമുള്ള ആരോ വന്നേ. പക്ഷെങ്കില് ഭജൻ മുപ്പണ്ണ പറഞ്ഞാല് ഒരു 32 അല്ലേ? 30 എത്രയാ? 10 കൊല്ലം മുമ്പ്. ഇപ്പൊ 41 41 അതൊന്നും ആരോട് പറയണ്ടേട്ടാ. എന്ന് പറഞ്ഞു നടക്കണ്ടവാ. നല്ല റൂമാട്ടെടാ. എത്ര റൂംസ് ഉണ്ട് ഇടാ ശരിക്കും? ഇവിടെ 21 ഉണ്ട്. 21 റൂംസ് ഉണ്ട്. പിന്നെ വലിയൊരു ഇതില്ല അവിടെ, വലിയ ബിൽഡിങ്, അതും കൂട്ടിട്ടാ 21 റൂംസ് ഉണ്ട് കേട്ടാ. എല്ലാം അതേണ്ടാ. ഇത് റൂംസിലുള്ള ആളുടെ പറഞ്ഞേട്ടാ. ഇത് മൊത്തം കണ്ട ആടി ഒരു ഹട്ട്. ഒന്നുമില്ല, ഉണ്ടാവും, ചെറിയ വീട്ടിലുണ്ടാവും. ആക്ച്വലി നല്ല പണി അറിയുന്ന ആള് പുല്ലിട്ടാല് എങ്ങനത്തെ മഴ ഉണ്ടെങ്കിലും ഇറങ്ങൂല. പക്ഷെ ടെറേസെങ്കിലും ഇറങ്ങും ഇപ്പൊ. പക്ഷെ പണി അറിയുന്ന ആൾക്കാർ വേണം. എന്റെ അച്ഛൻ പുല്ലിടുന്ന ആളേനു. അതുകൊണ്ട് അച്ഛൻ നല്ല ഐഡിയ, ഫുൾ ഗ്യാരണ്ടി തരും. അതെ. ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാല് ഈടാ എന്താണ് ഇതുപോലെ ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്ന് അറിയാം. ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് ഇവിടെ ഒരു പരിപാടി ഉണ്ട് ഇവരെ. എല്ലാവരും കിടക്കാൻ പറ്റും. അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ സൗണ്ട് വെച്ചിട്ട് നമ്മളെ റീഫ്രഷ് ആക്കുന്ന ഒരു പരിപാടിയാണ്. ചേച്ചി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇതായോ ഈ സൗണ്ട് ആക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കൊടുത്തിട്ട്. ഈ ചൈനേൻ്റെ ഇത് കാണിക്കുമ്പോൾ കാണിക്കുന്നില്ല അങ്ങനത്തെ ഐറ്റംസ്. കിളികാലെന്ന് വെച്ചാൽ അപ്പൊ ഇത് തുടങ്ങാൻ പോകുന്ന കേട്ടോ. എല്ലാവരും ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ രാവിലെ എണീച്ചു വന്നോടായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ളത്. സമയം ഇപ്പം ഏകദേശം 7 മണി. അന്നത്രേ ഏച്ച് കുളിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളും കൂടി ഇന്ന് റെഡി ആവുന്നുണ്ട്. ഈ തുള്ളേണ്ട പരിപാടി എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് കൺഫ്യൂഷനിലായിരിക്കുമെന്ന്. കാലിന നിങ്ങളെ ലോക്ക് ആക്കിക്കൊള്ളി. ഇവിടെ പോകണം, ഫുള്ള് ലോക്ക് ആക്കണം. അപ്പോൾ ഇവരുടെ കിടത്തി അതിനുശേഷം ഫുൾ പുതപ്പിട്ടിട്ട് നമ്മൾ കയ്യെല്ലാം നീട്ടിയിട്ട് കിടന്നു. ഇപ്പോൾ തലക്കൊരു ഇത് ഇടാൻ വേണ്ടി പോകുന്നു. കണ്ണു മൂടി. നെക്സ്റ്റ് yes. Sound healing is nothing but you are floating in between the water and the sky. Feel very soulful. You are not living in your past or your future. You are living in the present. So compulsory no talks. Baak paryan padilla. Just process your own life, your purpose in life, your energy. In the end, just process it. Now take a deep breath. Inhale everybody. Swasa, inhale. And exhale. Life enganella start aayi enganella vannu. What is the life I am leading? How nature is connecting. Just feel that vibration. You are covered by 5 elements of nature. First is earth, second is water, third is you have the sunrise fire, fourth is ether, and fifth is the beautiful oxygen what you are receiving, air. So enjoy this, show gratitude to the mother earth and enjoy every single sound. And then the sound varu, just process it, feel very light.
വിത്തൗട്ട് നേച്ചർ, വിത്തൗട്ട് ദിസ് എക്സ്പീരിയൻസ് നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നുമില്ല. എവറിഥിങ് കംസ് വിത്ത് നേച്ചർ ആൻഡ് വി ഹാവ് കം ഹിയർ വിത്തൗട്ട് എനിത്തിങ്, വി ആർ ഗോയിങ് ബാക്ക് വിത്തൗട്ട് എനിത്തിങ്. സോ മേക്ക് യുവർ ലൈഫ് മെമ്മറബിൾ ഹിയർ, മേക്ക് യുവർ മെമ്മറീസ് മെമ്മറബിൾ ആൻഡ് ഓൾവേസ് ലീഡ് എ വെരി ക്വാളിറ്റി ലൈഫ്, പർപ്പസ് ഡ്രിവൻ ലൈഫ്. ഇപ്പം മെല്ലെ ടേക്ക് യുവർ ഹാൻഡ്സ് ഔട്ട്, കൈന പുറത്തെടുക്കുക. അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ കവി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി അടിപൊളി സൂപ്പർ. രാവിലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാ ഉള്ളത്. രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കണ്ടു, വെള്ളത്തിലോട്ട് കിടത്തെല്ലാം കഴിഞ്ഞു. അതെ, എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നമുക്ക് പ്രധാനപ്പെട്ടത് മാങ്ങ ഒരുപാട് പോയിട്ട് അതിൽ നോക്കി പാക്കറ്റ് എടുത്താലോ മുറിക്കാലോ എന്നല്ല ഇങ്ങനെ ചിന്തിക്കുന്നു. അതെ, സ്കൈ സൈക്ലിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് സിപ്ലപ്പുറത്തെ കവിയും കൂടി എല്ലാം റെഡി ആയിട്ട് മേലെ കയറിയിട്ടുണ്ട്. അവന്റെ പേരെന്തേനും? എന്റെ പേര് പുനീത്. പുനീത് കഴിഞ്ഞ പ്രാവശ്യം വന്നേരം പുനീത് ബ്രോ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യത്തിനും കൂടെ തന്നെ അടിപൊളി ബ്രോ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിന്റെ മേലെ കയറ്റി. ഇനി വേറൊരു ആക്ടിവിറ്റി ഉണ്ട്, ഇങ്ങനെ പോന്നെ ബാലൻസിങ് ബ്രിഡ്ജ്. നമ്മളെ ചക്ക പറിച്ചിട്ട് വരേണ്ട സ്ഥലമാണ്, ചക്ക ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ആദ്യം സൈക്ലിങ് നമുക്ക് പോകാം, അതിനുശേഷം ചക്ക പറിക്കാം. ഞാൻ എടുത്തിട്ട് സേഫ്റ്റി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. അപ്പം ഞാനങ്ങനെ സ്കൈ സൈക്ലിംഗ് ചവിട്ടിയിട്ട് വന്നു കേട്ടാ. ഇനി അടുത്തത് അനൂട്ടിയാണ്, ഓള് പോകാൻ വേണ്ടി ഇതാ വീഞ്ഞു കേട്ടാ. അതാ അനു, അപ്പോൾ അനൂട്ടി ഇങ്ങനെ തിരിച്ചു വീഴും. അനൂട്ടി ആടുന്ന അവർ മാറ്റുന്നുണ്ട്, സൈക്കിളെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ അല്ലേ? കവി അങ്ങനെ നടന്ന് ആടിയെത്തിയേട്ടാ. എവർഗ്രീൻ കൗണ്ടി റിട്രീറ്റ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ പരിപാടികളിലും രാവിലെ മുതലേ തുടങ്ങിയിനി. അവിടെ കയറുന്നു ഇവിടെ കയറുന്നു, അങ്ങനെ 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 നമ്മളിപ്പോൾ കയാക്കിങ് തുഴയാൻ വേണ്ടി പോകുന്നു. വെള്ളവും അതെ, കവി അന്നേരം പെരുന്നായതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്രാവശ്യം കുട്ടീനെ എന്താ ഒപ്പന്നേരം പേര് തന്നെ കുഞ്ഞേടി ഉണ്ട്. കൊണ്ടുപോകണമെന്നില്ല ഒരു മനസ്സ് വരും. അങ്ങനെ അതിനെക്കാട്ടി നല്ലൊരു ചെറുതായിട്ടുണ്ട്. ആന്തൂര്യം എസിയിലേക്ക് പോവാ. ആ വണ്ടി നമ്മൾ പോകുന്നത് പറഞ്ഞാൽ ഒരു വലിയൊരു തടാകത്തിലേക്കാണ്. ആടെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ആടെ പോകുന്ന തൊഴിലല്ല, ആടെ ഒരു കോഫി ഉണ്ട്, അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതൊരു പുരാതന കാലത്തല്ല, പണ്ടത്തെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. പാലെല്ലാം അത്ര ഈസി ആയി കിട്ടുന്നുണ്ടായിട്ടില്ല. തേങ്ങത്തിന്റെ പാലാക്കിട്ട് അങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് ഒരു തടാകത്തിന്റെ കരയിലെത്തിയിട്ടാ. ഈ തടാകത്തിലാണ് ഇവര് ബോട്ടിറക്കുന്ന പരിപാടിയെല്ലാം. ഇത് ഈ നാട്ടിൽ തന്നെയുള്ള ഇവര് ഫ്രണ്ടിന്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. കപ്പ എന്ന് പറഞ്ഞ തവള. അപ്പം നമുക്കിപ്പോൾ പരിപാടിയിലേക്ക് കിടക്കാം എല്ലാവരും. പരിപാടികൾ തുടങ്ങി, എല്ലാവരും അങ്ങോട്ട് പോയി തുടങ്ങി. നമ്മൾ രണ്ടാളും കൂടി ഇതിൻ്റെ അകത്ത് വട്ടത്തോണി എടുത്ത് പോകാൻ പരിപാടിയാണ്. പിടിച്ചോ. കാല് നേരെ വെച്ചോ. കുറെ ആള് വട്ടത്തോണി പോയി, കുറെ ആള് നീളത്തോണി പോയി. അങ്ങനെ ഞാൻ നനഞ്ഞിട്ടും പോയി. സാറല്ലേ ചേച്ചി, എന്താ അനുവല അങ്ങ് അറ്റത്തെ ഉള്ളേട്ടാ. അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈടാന്ന് പറഞ്ഞല്ലേ ബൊപ്പണ്ണ ഇവിടെ ഒരു പരിപാടി ഉണ്ട്. സംഭവം പറ. മലയാളം ഓ, നിങ്ങൾക്ക് മലയാളം അറിയില്ലല്ലേ? പേര് ഞാൻ ഒന്ന് പറയാം എല്ലാവർക്കും വേണ്ടി. പേര് കോക്കില, എനിക്കറിയാം. അപ്പോൾ ബൊപ്പണ്ണൻ്റെ വൈഫാണ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞല്ലേ ഈ ഒരു തടാകത്തിലെ റൈഡ്, അതായത് ഈ റിസോർട്ടിൻ്റെ റൈഡിൻ്റെ ഭാഗമായിട്ട് ഈ തടാകത്തിൽ ഇങ്ങനെ ചെല്ലെന്നാ പോകുന്ന. അങ്ങനെ എല്ലാവരും സ്വന്തം പോകാമെന്ന് പറയും കേട്ടാ. അമ്മയും കൂടി, അമ്മേ വാ അമ്മേ, പണ്ടത്തെ ഒരു കാര്യം പറയാനുണ്ട്, വാ
അപ്പോൾ ആ സാധനമാണ് കാണിക്കാൻ പോകുന്നത്. എന്താ വെച്ചല്ലേ ഇവിടെ കണ്ട ഞാനിത് നമുക്കിത് ആക്കല്ല കേട്ടോ. ഞാനിതൊന്ന് പറയട്ടെ. ഈ പാത്രത്തിൻ്റെ അകത്ത് ഇവർ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഇടാം. അതുപോലെ തന്നെ കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. കോഫി ഒഴിച്ച് തേങ്ങ ഇട്ട് പഴയ കാലത്ത് പാലില്ലാത്ത സമയത്ത് അതെ, പാലില്ലാത്ത സമയത്ത് ഈ തേങ്ങേനെ കൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അരക്കൽ മാത്രമല്ല, ഇതിനെക്കൊണ്ട് ഇത് നമ്മൾ പിഴിഞ്ഞിട്ട് പായസം വെക്കുമ്പോൾ പാലാക്കും. ഇന്നത്തെ പോലെ അന്ന് പാലൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാപ്പിയാക്കുക, ചായയാക്കുക, ഇത് ചിരകി പിഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും മതി. പക്ഷെ മിക്സിയൊന്നും അന്നില്ല. അതുകൊണ്ട് കൈ കൊണ്ട് ഞാൻ വേണ്ടിയിട്ട് മുണ്ടിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ല പുതിയ മുണ്ടിലിട്ടിട്ട് മുറുക്ക പിഴിഞ്ഞെടുക്കണം പാല് കിട്ടണ്ടെങ്കിൽ. എന്നിട്ട് ഞങ്ങൾ കാപ്പിയാക്കും, ചായയാക്കും. പിന്നെ ആ കാപ്പിന്റെ കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവര്. അത് നമ്മളിത് പറയാനിടയായത് നിങ്ങൾ ഇത് കൊണ്ടുവന്നോണ്ടാ. ഈ തേങ്ങാനെ കൊണ്ട് നമ്മൾ ഉപകാരം ചിരകി പിഴിഞ്ഞിട്ട് ഞങ്ങള് ഇതില് ചീനച്ചട്ടി വെച്ചിട്ട് കുറുക്കിയിട്ട് തലയിൽ എണ്ണ, ഞാൻ തേങ്ങേൻ്റെ എണ്ണ, തേങ്ങ വെന്ത നെയ്യ് എന്ന് പറയും. എന്നിട്ട് അത് നല്ലതാണ്, നല്ലൊരു വാസനയും ഉണ്ടാവും. കുട്ടിയൊക്കെ തേപ്പിച്ച് കൊടുത്താൽ നല്ലതാണ്. ഞങ്ങളെല്ലാം ഒരുപാട് കാലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണകളെല്ലാം മാറി മാറി വന്ന് ഇപ്പോൾ പാരച്ചൂട്ട് എണ്ണ, പച്ച വെളിച്ചെണ്ണ നമ്മൾ കൊണ്ടുവന്നിട്ട് അതും ഈ തേങ്ങേൻ്റെ പച്ച വെളിച്ചെണ്ണയാണ്, പതപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് ചിരകി പിന്നെ വെളിച്ചെണ്ണയാണ് ഇപ്പം നമ്മൾ തേക്കുന്നത്. അന്ന് പതപ്പിക്കുന്ന ഇന്ന് പച്ച. അതേപോലത്തെ ഒരു കാപ്പി ഇവരുടെ നിന്ന് ആക്കിയിട്ട് ഈ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വന്ന് കുടിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളിത് വീണ്ടും ഇവിടുന്ന് ആക്കുന്നുണ്ട്. ആക്കിയിട്ട് അവൻ കാണാട്ടാ. ബ്ലാക്ക് ജാഗ്രി കോഫി, ബ്ലാക്ക് ബെല്ല. ഇത് രസം. സൂപ്പർ. അപ്പോൾ അങ്ങനെ കോഫി കുടിയെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഇറങ്ങാൻ പോകുന്നത്. എങ്ങനെയുണ്ടമ്മേ? നല്ല കോപ്പി തേങ്ങ ഇട്ടിട്ട് എനിക്ക് പൊതുവേ തൊണ്ടയിൽ ഇങ്ങനെ കുത്തും പോലെ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് കാപ്പി മാത്രമായിട്ട് കുടിക്കുന്നു. ഹാപ്പി ആയിട്ടേ ഇവിടുന്ന് ഇങ്ങനെ നല്ല സുഖല്ലേ. ഷിറ്റിലും സഞ്ജീതത്ത് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ കയ്യിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് പോവാം. എന്നാലേ നല്ലൊരു സ്ഥലമാണ്. ശ്രീമായി ഇതുപോലെ തോണി, അപ്പൊ അതുപോലെ അടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാവൂലേ? ഉണ്ടാവും ഇവിടെ എടുക്കുന്നുണ്ട്, ഉണ്ടാവും മിക്കവാറും. അപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്നും ഇതുവരെ ഞാൻ കേറാതെയാണ് കേറി ചേച്ചീനെ എപ്പഴാ കേറിന്. അതുകൊണ്ട് ചെറിയൊരു പൊടി ഉണ്ടായിരുന്നു. അല്ല, കംപ്ലീറ്റ് നനഞ്ഞിട്ട് ഇങ്ങനെ പുല്ലർക്ക് നിന്നിട്ട് ഉണക്കിയെടുത്ത് കുറച്ച് ഒരു പ്രത്യേക ആംബിയൻസ് അല്ലേ? മനസ്സിലാവില്ല. തണുപ്പുണ്ട്, കാറ്റുമുണ്ട്, നല്ല സുഖം. പിന്നെ പേരക്കുണ്ട്. പേർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടാ തിന്നു. അങ്ങനെ എന്താ പറയാ, എല്ലാവരും കൂടി ആകുമ്പോണ്ടല്ലോ അതൊരു ലീനേശി കൂടി വേണേ. ഇതാണ് അമ്മേന്റെ ഈ കർണാടകത്തിലെ ചെങ്ങായി. ഇങ്ങനെ സ്നേഹിച്ചിട്ട് ഞാനെന്നാ വേണ്ട എനക്ക് അന്ത്യോളം വരാൻ കഴിയാ. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാലേ നമുക്ക് മലയാളം അറിയില്ല, അവർക്ക് കന്നഡ അറിയില്ല. മലയാളം വന്നാ അറിയാം, നമ്മുടെ മാത്രം കന്നഡ ആയിട്ടില്ല. പിന്നെ പറയാനാണ് എനക്ക് മനസ്സിലായി. വന്ന് കെട്ടിപ്പിടിച്ച് എന്നാ പറയണ്ടേ, ഇങ്ങനെ ഒരു സ്നേഹിച്ചിട്ട് ഞാൻ എന്നാ പറയണ്ടേ. വീട്ടിൽ പോയാലും എനിക്ക് ഇതന്നെ ആയിരിക്കും ചിന്ത. ഇതേ ഉള്ളതമ്മ, പിന്നെ ഒന്നുമില്ല നമുക്ക്. അതെ, ഇതേ ഉള്ളൂ. ഇതാ നമുക്ക് ബാക്കി ഉണ്ടാവും. ബാക്കിയെല്ലാം നമ്മളത് തീരും അല്ലേ? ശരി, ഇനി ഞാൻ വീണ്ടും വീണ്ടും വരാനായിട്ട് വെച്ചിട്ട് പ്രാർത്ഥിക്കേട്ടാ. കുറച്ചാൾക്ക് അമ്മയും കൂടി വരാം, കൂട്ടിട്ട് വരും. അമ്മേനെ കാണാൻ വേണ്ടി വരാം. ഇവിടെ വന്നില്ലെങ്കിൽ അമ്മേനെ കാണാൻ വരാം. എവിടെ അമ്മ താമസിക്കുന്നപ്പോ? എവിടെ? പറഞ്ഞല്ല ഇടുന്ന റോട്ടുണ്ട് അവിടെ. ഞങ്ങൾ നമുക്കിപ്പോ നമ്മളെ പറയല 40-45 കൊല്ലായി പള്ളിയെ പോരെ. ആ അതല്ലേ വേണ്ടേ? നോക്ക്, ഇവരിടുന്ന് കുളിക്കലാണ്. രണ്ടെണ്ണം ആടുന്ന ഐസ് കഴിക്കുന്നുണ്ട്, ഇടുന്ന ഐസ് കഴിക്കുന്നുണ്ട്.
മൈസൂരേക്ക് പോകാൻ വേണ്ടി ഇന്ന് മൈസൂർ പോവും. ആ അത് നമ്മളല്ല, ഞങ്ങള് പോയി വന്നു കഴിഞ്ഞ മാസം. അതെ അതെ. ഇനി അല്ലേ നിങ്ങളെ മോനും മോന്റെ ഭാര്യ ഭാര്യ ഇഷ്ട. പോന്നില്ലേ? ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമുക്ക് മാങ്ങയിലാക്കി തന്നേനു. മാങ്ങിക്കൊരേ എടുത്ത ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഉണ്ട്. കുറേ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി. കൊണ്ടുപോയതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് അപ്പുറം ഇപ്പുറം കാണാൻ വേണ്ടി. ഇതുണ്ട് കുരുമുളകുണ്ട്. കുരുമുളക് കുറച്ചുണ്ടമ്മ നാട്ടില്. നമുക്ക് നമ്മളെ ഈ ചാനലിൽ വന്നിട്ട് കിട്ടിയ ഏറ്റവും വലിയ വെച്ചാൽ ഒരുപാട് നമുക്ക് എന്താ പറയുക അമ്മമാർ, നമുക്ക് കുറേ ബന്ധങ്ങൾ കിട്ടിയട്ടാ. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ യൂട്യൂബ് ഇത് വന്നതിന് ശേഷം കിട്ടിയ വെച്ചാൽ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരെ കിട്ടിയെന്നുള്ളതാണ് എന്തിനേക്കാളും വലുതായിട്ടൊരു സംഭവം. അത് പറയാൻ പറ്റാത്തത് ഇത് കണ്ട ഇവിടെ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് നമ്മളെ ഭയങ്കര നമുക്ക് എന്നാ നമുക്ക് മനസ്സിലാവില്ല. അത് ഭയങ്കരമായിട്ട് നമുക്ക് ആകെ എന്തോ ആയിപ്പോയി നമുക്ക് ഇത് ഇവരെ സ്നേഹം കണ്ട. ഇതെല്ലാം ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടിയട്ടാ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയാൽ. അത് നമുക്ക് ഏറ്റവും വലിയ അസറ്റ് അതാണ്. വില കൊടുത്താൽ കിട്ടാതെ സാധനമാണ് മോനെ നമുക്കിത്. എത്ര പൈസ കൊടുത്താലും നമുക്ക് ഈ സ്നേഹം കിട്ടൂല. അതാണ് നമുക്കൊരു കാണുമ്പോൾ തന്നെ ഇല്ല, ഒരു കണ്ണ് അറിഞ്ഞു പോകുന്ന ഒരു സ്നേഹമാണ്. ഇതിലല്ലേ ബാക്കിയുള്ളൂ.